വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. കുറേ ആയൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ട്. അപ്പം നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 100% വർക്കായിട്ടുള്ളൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ കഴുത്തിലെ കറുപ്പായിക്കോട്ടെ, അതുപോലെ തന്നെ സ്കിന്നിൽ ടാൻ അടിച്ചൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, എൻ്റെ ചാനലിൽ 400 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ ഫേസ് പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ ഗ്ലോ ആവുന്നുണ്ട്, ഫേസ് നല്ല ബ്രൈറ്റനൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഫേസ് പാക്കിൽ. ഞാൻ ഒരുപാട് ടൈം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് ഇത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഞാൻ മില്ലിൽ നിന്ന് മേടിച്ചിട്ട് വന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോൾ എടുത്താലും അത്രത്തോളം നല്ലതേ എടുക്കാളൂ. കാരണം കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ എന്തായാലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നോക്കിയിട്ട് വേണം എടുക്കാനുള്ളത്. കാരണം എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആയിരിക്കില്ല, ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഇടുമ്പോൾ തന്നെയും കൂടുതലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇടാതിരിക്കുക. അപ്പം എനിക്കിതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിലധികം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമ്മൾ കുറുക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് കുറുക്കരുത്, കാരണം അത് കട്ടിയാവുകയും ചെയ്യും, ചിലപ്പോൾ അടിക്ക് പിടിക്കുകയും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അടിക്കട്ടിയുള്ള പാത്രം നോക്കി വേണം എടുക്കാൻ. കാരണം കട്ടി കുറഞ്ഞ പാത്രം എടുക്കുകയാണെങ്കിൽ എന്തായാലും അടിക്ക് പിടിക്കാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് പാലാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് കവർ പാലാണ്. നിങ്ങൾക്ക് വീട്ടിൽ പശുവും പാലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് കവർ പാൽ എടുത്തിട്ട് ഇതുവരെയും എൻ്റെ സ്കിന്നിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ എടുത്താലും കവർ പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് പാൽ ഒരുപാട് അങ്ങ് ലൂസാക്കരുത് കേട്ടോ. കുറച്ചൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെ എപ്പോഴും പാക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഫേസ് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഞാൻ കരിയൊന്നും തേച്ച് കളഞ്ഞില്ല കേട്ടോ, കാരണം അതിനുള്ള ടൈം കിട്ടില്ല. അത് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കരിയാവും. അതുകൊണ്ട് ഞാൻ അത് കളയാതെ കേട്ടോ ഫേസ് വൃത്തിയാക്കിയത്. അപ്പോൾ എപ്പം പാക്ക് ഇടാൻ നിന്നാലും നിങ്ങൾ ഇതുപോലെ ഫേസൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിന് വോയിസ് കൊടുത്തതാണ്, പക്ഷേ എന്തോ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മ്യൂട്ടാക്കിയിട്ട് പിന്നെ ഒന്നേന്നും പറഞ്ഞ് വോയിസ് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഫേസിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരുപാട് ഫേസ് പാക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫേസ് പാക്ക് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പാലും അരിപ്പൊടിയും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും, അതുപോലെ തന്നെ സ്കിന്നിന് വരൾച്ചയുണ്ടെങ്കിലോ കുരു വന്ന പാട് നല്ല ബ്രൈറ്റനിങ് അതൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് ആദ്യം ആ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം തമ്മിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എൻ്റെ അന്നത്തെ ഫേസും എൻ്റെ ഇപ്പോഴത്തെ ഫേസും അത്രയും നിറമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് നല്ല വൈറ്റനായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ അത്ര ഡാർക്ക് അല്ലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സ്കിന്നും അപ്പോഴത്തെ സ്കിന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരുപാട് ഹോം റെമഡീസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു ഹോം റെമഡി തന്നെയാണ് ഈ അരിപ്പൊടിയും അതുപോലെ ഈ പാലുമായിട്ടുള്ള ഫേസ് പാക്ക് കേട്ടോ. അപ്പം മോള് ചോദിച്ചു, ഉമ്മ എനിക്കൂടെ ഇട്ട് തരുമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അവൾക്കൂടെ ഇട്ട് കൊടുത്ത. മക്കൾക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവർ സ്കൂളിലൊക്കെ പോയി എന്തായാലും സ്കിന്നൊക്കെ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ടാനിങ്ങിനും കൂടി പറ്റിയ ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം അവളുടെ കഴുത്തൊക്കെ നല്ല കറുപ്പുണ്ട്. എൻ്റെ കഴുത്താണെങ്കിലും നല്ല കറുപ്പായിരുന്നു, ഫേസിൽ കുരു വന്ന പാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എന്തായാലും രണ്ടാമത്തെ മോൾ എണീക്കാത്തതുകൊണ്ട് എന്തായാലും 30 മിനിറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും
ഞാൻ എന്തൊക്കെ കോഷ്ടികൾ കാണിക്കുന്നുണ്ട്. എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ട് വെറുപ്പിക്കലാണെന്നൊന്നും തോന്നരുത്. അപ്പം എന്തായാലും ഞാൻ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഒറ്റ വട്ടം ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ച് അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ ലൈവായിട്ടൊരു റിസൾട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്കിന്ന് ആ ലൈവായിട്ടൊരു റിസൾട്ട് അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഞാൻ എന്താ ലൈറ്റ് അണച്ചിട്ട് നിങ്ങൾക്ക് ആ സ്കിന്നിൽ ആ ഗ്ലോയൊക്കെ ഒന്ന് മനസ്സിലാവാൻ പറ്റും കേട്ടോ. എന്തായാലും ലാസ്റ്റ് വരെ ഒന്ന് വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പം എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം സാധാരണ രീതിയിൽ ഞാനിങ്ങനെ പെട്ടെന്ന് പോയി കഴുകി കളയുന്നതാണ്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് ഇങ്ങനെ കഴുകുന്നതിലോ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നുന്നില്ല. എൻ്റെ ദേഹം മൊത്തം നനയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിക്കുകയും വേണം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കൊള്ളാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കൊള്ളാമെന്ന് പറയുന്നത് 100%ഉം സത്യമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് പറയാം കേട്ടോ. എന്തായാലും ആർക്കും റിസൾട്ട് വരാതിരിക്കില്ല, അതെനിക്ക് 100%ഉം ഉറപ്പ് തന്നെയാണ്. കാരണം എനിക്കിങ്ങനെ ഒരു മാറ്റം വന്നെങ്കിൽ എന്തായാലും നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തലേന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് പോയാൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസം നല്ല ബ്രൈറ്റനും ഉണ്ടാവും, നല്ലൊരു ഗ്ലോയും കിട്ടുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. അപ്പം എൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മോള് വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഫേസ്. അവളുടെ ഫേസ് കാണുമ്പോഴും മനസ്സിലാവും കേട്ടോ, നല്ലൊരു ഗ്ലോ കിട്ടും. നല്ല നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പാടെ പോവും കേട്ടോ. അവളുടെ സ്കിന്ന് കാണുമ്പോൾ അറിയാം. എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ. പക്ഷേ അതൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ലാസ്റ്റ് ഞാൻ ഒരു ലൈവായിട്ട് തന്നെ റിസൾട്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ എൻ്റെ ഫേസ് ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തായാലും നല്ല, കഴുത്തൊക്കെ നല്ല കറുപ്പായിരുന്നു ഗൈസ്, അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഫേസ് ഇതാണ് കേട്ടോ അപ്പം ഒറിജിനലായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫേസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ റിസൾട്ട് അറിയാൻ പറ്റില്ല. എന്നാലും ഗ്ലോ ഉണ്ട്, പക്ഷേ എന്നാലും അത്രത്തോളം ഒരു റിസൾട്ട് ലൈറ്റ് അണച്ചിട്ട് നമുക്ക് കാണുമ്പോഴാട്ടോ കാണുന്നുണ്ടോ? നല്ല ഒരു ഗ്ലോ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് തേച്ചുകൊണ്ട് പോകുക കേട്ടോ. തേച്ചിട്ട് പിറ്റേന്നാകുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്കിന്ന് നല്ലൊരു വെട്ടവും പാടൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100%ഉം വർക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ബൈ.